ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ കണ്ടേ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു തുണി ഉണ്ടോ, ഈ ഒരു മെറ്റീരിയൽ ഒരു സാരി ആട്ടോ. ഈ സാരി എന്ന് വെച്ചാൽ അമ്മാമ്മ എനിക്ക് കുറേ നാൾക്ക് മുന്നേ തന്നതാണ്. കുറേ നാൾ വെച്ചാൽ കുറേ നാളായി. അപ്പോൾ അന്ന് ഞാൻ ഇതൊന്നും ചെയ്യാതെ വെച്ചിരുന്നതാണ്. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ സ്റ്റിച്ചിങ് പഠിക്കുമ്പോഴത്തേക്ക് ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നും പറഞ്ഞ് വെച്ചിരുന്ന ഒരു സാരിയാണിത്. അപ്പോൾ ആ സാരിയാണ് ഞാൻ ഈ രൂപത്തിലാക്കി എടുത്തേക്കുന്നത്. പക്ഷേ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാനായിട്ട് വിട്ടു. അതിൻ്റെ ഒരു വിഷമമാണ് ഇപ്പോൾ എനിക്ക്. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് വെച്ചിരുന്നതാട്ടോ, അത് വെച്ചിട്ട് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ എൻ്റെ ഫുൾ വീഡിയോ എടുക്കണമെന്ന്. പക്ഷേ എടുക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ എന്തോ, ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ നേരം വീഡിയോ എടുക്കുന്ന കാര്യം അങ്ങനെ ഓർത്തില്ല. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്നും ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോകും. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ആ സാരി കൊണ്ടിട്ട് ഈ ഒരു ഫ്രോക്കാണ് ആക്കി എടുത്തേക്കുന്നത്. ഈ ഒരു ഫ്രോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ അളവാട്ടോ. ചെറിയ അളവെന്ന് ഒരു 2.5-3 വയസ്സ്, 3-3.5 വയസ്സൊക്കെ ഉള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയ ആ ഒരു അളവിനാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ, ആദ്യമായിട്ടാട്ടോ ഞാൻ എൻ്റെ അളവല്ലാതെ വേറൊരു അളവിൽ തയ്ച്ചെടുക്കുന്നത്. അതും യൂട്യൂബ് നോക്കിയിട്ടാണ് ഇത് ചെയ്തത് തന്നെ. കാരണം അല്ലാതെ തന്നെ എനിക്കെന്തായാലും സ്വന്തമായിട്ട് ഇങ്ങനത്തെ ഒന്നും ചെയ്യാൻ അറിയത്തില്ല. അങ്ങനെ പിന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് എപ്പോഴും എൻ്റെ സ്വന്തം അളവ് തന്നെയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചെറിയ അളവിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ എന്തായാലും അതിലുള്ള മെഷർമെൻറ്റൊക്കെ നോക്കി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം പ്രത്യേകിച്ച് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെന്ന് വെച്ചാൽ ഈ മോഡലൊക്കെ ഞാൻ ഇപ്പോഴാദ്യമായിട്ടാണോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വലിയവർക്കും ഇങ്ങനത്തെ മോഡൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറുതിൽ നിന്ന് ചെയ്ത് തുടങ്ങിയിട്ട് വലിയവർക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് ഫ്രിൽഡ് ഫ്രോക്കാണ്. ഇങ്ങനെ 2 തട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഈ ചെറുതായതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വലിയവർക്കാണെങ്കിൽ ഈ ഒരു ഞൊറു, അതായത് പ്ലീറ്റ് എടുക്കുന്നതിന് തന്നെ ഒരുപാട് ടൈം എടുക്കുമായിരുന്നു. പക്ഷേ ഇത് ചെറുതായതുകൊണ്ട് പ്ലീറ്റ് എടുക്കാൻ അത്ര വലിയ ടൈമൊന്നും വേണ്ടി വന്നില്ല. അങ്ങനെ പ്ലീറ്റ് എടുക്കാൻ പഠിച്ചപ്പോഴത്തേക്കാണ് ഇത് എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലായത്. അപ്പോൾ ഈ വലിയ അളവൊക്കെ തയ്ക്കുന്നവരെ ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം കേട്ടോ. നല്ല ടൈം കൺസ്യൂമിങ് ആണ് ഈ 2 ലെയർ ആക്കുക, പിന്നെ അതിൻ്റെ അടിയിൽ ലൈനിങ് ഇടുക, അതുപോലെ തന്നെ യോക്ക് പോർഷനിൽ ലൈനിങ് വെക്കുക. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ഇതിൽ. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത്. അങ്ങനെ എന്തായാലും ഫ്രോക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഈ ഫ്രോക്ക് വെറുതെ കണ്ടിട്ട് എനിക്കൊരു രസം തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇതിൽ എന്തെങ്കിലും കൂടി പണിയണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. കയ്യിലാണെങ്കിൽ കുറച്ച് സാമഗ്രികളും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അങ്ങനെ ഈ ഉടുപ്പിന് ചേരാത്തതാണ് എങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചു. പ്ലെയിൻ ആയിരുന്നെങ്കിലായിരുന്നു കേട്ടോ ഇങ്ങനത്തേക്കുള്ള വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഭംഗി. ഇതിനകത്ത് പിന്നെ അങ്ങനെ വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അതിനകത്ത് ഓൾറെഡി ഇങ്ങനെ പ്രിൻ്റൊക്കെ ഉള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് അങ്ങനെ വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മെയിനായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതൊക്കെ വെച്ചിട്ട് ഓരോന്ന് വർക്ക് ചെയ്യുന്നത്. അല്ലാത്തതിൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനങ്ങനെ ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല. എങ്കിൽ പോലും കുഴപ്പമില്ല, സ്റ്റിച്ച് ചെയ്തതല്ലേ, ഒന്ന് വർക്കും കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പം ഈ പെടാപ്പാട് പെടുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഗ്ലൂ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കുറേ പേർക്ക് പല അഭിപ്രായം കേട്ടോ. ചിലർ പറയും വേറൊരു ഫാബ്രിക് ഗ്ലൂ ഉണ്ട്, അതാണ് കുറച്ചും കൂടി നല്ലതെന്ന് പറയാറുണ്ട്. പിന്നെ ചിലർ പറയും ഇതാണ് നല്ലതെന്ന്. പക്ഷേ എനിക്ക് ഈ ഗ്ലൂ യൂസ് ചെയ്തിട്ട് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു ടോപ്പിൽ എൻ്റെ ഒരു ഡാർക്ക് ഗ്രീൻ കളറിലൊരു ജോർജറ്റിൻ്റെ ഒരു ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ മുമ്പ്. അതിൻ്റെ അകത്ത് ഇത് വെച്ചിട്ടാണ് ഞാൻ സീക്വൻസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഇതേവരെ ഞാനാണ് ഇവിടെ മെഷീൻ വാഷാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഉണ്ടല്ലോ, ഇതേവരെ അതിൻ്റെ അകത്ത് അങ്ങനെയൊന്നും ഇളകി പോയിട്ടൊന്നുമില്ല. അതായത് കുറേ നാളെ, ഇപ്പം തന്നെ എത്രയോ മാസമായിട്ടുണ്ട്. പക്ഷേ അതങ്ങനെ ഇളകി പോകുന്നില്ല. എനിക്കെന്തായാലും ഈ ഗ്ലൂ ഇഷ്ടം കേട്ടോ. നന്നായിട്ട് ഒട്ടിയിരിക്കും. ഇങ്ങനെ വലിച്ച് നല്ല രീതിയിൽ പിച്ചെടുത്താലേ അത് വെച്ച് വരുത്തുള്ളൂ. അല്ലാതെ നമ്മൾ തൊടാതിരുന്നത് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ കാര്യം മെയിനായിട്ട് പറയാമെന്ന് വെച്ചാൽ, കൂടുതലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുമ്പോഴായിരിക്കും ഭംഗി കൂടുതലുള്ളത്. അതായത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്നതിനേക്കാളും സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അങ്ങനെ ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഗ്ലൂ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നെക്കിലാണ് വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇതിന് വർക്കൊന്നും പറയാൻ പറ്റത്തില്ല, ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നൊക്കെ ഒട്ടിച്ച് വെക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ നെക്ക് പോർഷനാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം നെക്കിൽ ഓൾറെഡി ഇതുപോലെ പ്രിൻ്റൊക്കെ പോയതുകൊണ്ട് തന്നെ നന്നായിട്ട് എടുത്തറിയാനൊന്നും പറ്റത്തില്ല. ആദ്യം ഞാൻ സീക്വൻസ് മാത്രം വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു അത് മിറർ വർക്കും കൂടി വെക്കാമെന്ന്. അപ്പോൾ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കത്തില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിറർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് ഞാൻ മേടിച്ചതാണ് ഈ മിററൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു കളക്ഷൻസിൻ്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുന്നേ. അങ്ങനെ മിറർ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 2 ടൈപ്പ് മിറർ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ ഞാൻ ഒട്ടിച്ച് വെക്കുന്ന സൈസും പിന്നെ അതിലും കുറച്ച് വലിയ സൈസ് ഉണ്ടായിരുന്നു. പക്ഷേ വലുത് വെക്കുമ്പോഴത്തേക്ക് വലിയൊരു ഭംഗി തോന്നിയില്ല. അങ്ങനെ പിന്നെ ഈ ടൈപ്പിലുള്ള മിറർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വെക്കുന്നതെന്ന് വെച്ചാൽ, നടുക്കൊരു സീക്വൻസും ചുറ്റിനും 3 മിറർ അങ്ങനെ വെച്ചിട്ടാണ് ഈ ഒരു നെക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിക്കുന്നത്. അല്ലാതെ കൂടുതൽ വർക്കും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട, ഈ ഒരു ചിത്രം തന്നെ കൊടുക്കാമെന്ന്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആദ്യം സീക്വൻസ് ഒട്ടിച്ചു, പിന്നെ 3 മിറർ ചുറ്റിനും ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ചെയ്തു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു യോക്ക് പോർഷൻ്റെ താഴെയും ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ യോക്ക് പോർഷൻ്റെ താഴെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആ ഹൈലൈറ്റ് ചെയ്യുന്നത് അങ്ങ് മാറുന്നത് പോലെ തോന്നി. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു നെക്ക് മാത്രം ചെയ്യുമ്പോൾ നെക്ക് കുറച്ചുകൂടി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുമല്ലോ. അങ്ങനെ അത് അതിൻ്റെ അകത്ത് ഒട്ടിച്ച് വെക്കുവാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ലൈനിങ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഞാൻ മുമ്പ് സ്റ്റിച്ച് ചെയ്ത് തന്നെ എൻ്റെ ഒരു ടോപ്പിൻ്റെ ലൈനിങ് തന്നെ കേട്ടോ. അതിൻ്റെ കുറച്ചെടുത്തിട്ട് യോക്ക് പോർഷനിൽ വെക്കാൻ മാത്രമേ അത് തികഞ്ഞുള്ളൂ. പിന്നെ സ്കേർട്ട് പോർഷൻ്റെ അകത്ത് ഞാൻ ഈ സാരി ആകുമ്പോഴത്തേക്ക് വലുതല്ലേ, അപ്പോൾ ആ സാരി തന്നെയാണ് ഞാനിടത്ത് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ആർക്കും ഇടാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് തയ്ച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ സാരി തന്നെയാണ് ഇവിടെ ലൈനിങ് ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ 2 സൈഡിൽ ഇതുപോലെ ത്രെഡൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് പുറകിൽ ഇങ്ങനെ വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ലാതിരുന്ന ഒരാളാണ്. അപ്പം യൂട്യൂബിൽ ഇപ്പോൾ എന്തൊക്കെ വീഡിയോസ് ഉള്ളത്, യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പിടിയിട്ടും. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു കാര്യം സക്സസ് ആയി വന്നിട്ടുണ്ട്. ഇനി എൻ്റെ അളവിൽ ഇതുപോലെ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. അതെന്തായാലും ഞാൻ എൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് ഇടും. ഞാൻ ചെയ്യുവാണെങ്കിൽ എന്തായാലും ഇടും. ഇത് പിന്നെ ആദ്യം ചെറിയ അളവായതുകൊണ്ടാണ് ഞാൻ അങ്ങ് വലിയ മൈൻഡ് കൊടുക്കാൻ. പക്ഷെ ഇപ്പം തോന്നുന്നുണ്ട് കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ എടുത്താൽ മതിയായിരുന്നെന്ന്. അതിന് കുഴപ്പമില്ല, ഇനി പറഞ്ഞിട്ട് എന്തായാലും കാര്യമൊന്നുമില്ല. അങ്ങനെ ദാണ്ടേ ഏകദേശം ഓരോന്നിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചിടും. പിന്നെ ഒരു കാര്യമുണ്ടോ, ഈ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നല്ല ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഈ ഒട്ടിച്ച് വെക്കുമ്പോഴത്തേക്കാണ് നല്ല ടൈം എടുക്കുവാണെങ്കിൽ ഈ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നവരൊക്കെ ശരിക്കും എന്നെ സമ്മതിക്കണം. കാരണം കുറച്ച് നേരത്തെ പണിയൊന്നുമല്ല, കുറേ നേരം ഇരുന്നിട്ടാണ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എടുക്കേണ്ടത്. ഇതിപ്പോൾ ഒട്ടിച്ച് വെക്കുന്നതുകൊണ്ട് അത്രയും ടൈം എടുക്കുന്നില്ല. പക്ഷേ ഈ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നവരൊക്കെ സമ്മതിക്കണം കേട്ടോ. ആ ഒരു ടൈമിനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഡിസൈൻ ചെയ്ത ഡ്രസ്സൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്തല്ല, അല്ലാതെ പറഞ്ഞതാ, കുറച്ച് അത്യാവശ്യം എക്സ്പെൻസീവ് ആണല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം അവരെടുക്കുന്ന ഒരു എഫേർട്ടും ടൈമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കേട്ടോ. ഞാനിത്ര ഒട്ടിച്ച് വെച്ചപ്പോഴത്തേക്കും എനിക്ക് പകുതി ആയപ്പോഴത്തേക്കും എനിക്ക് കഴുത്തൊക്കെ ഇങ്ങനെ കഴിച്ച് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം നെക്കിലെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒന്നൊട്ടി വരും. പിന്നെ ആ ഗ്ലൂവിൻ്റെ അതായത് അതിൻ്റെ ആ ഒരു ഗ്ലൂവിൻ്റെ ആ ഒരു ട്യൂബിൽ ഇതുപോലെ പശ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒട്ടിക്കുന്നത് വീണ്ടും അതിൻ്റെ കയറി പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കൈകൊണ്ട് ഇളക്കിയൊക്കെയാണ് കളഞ്ഞ് അവസാനം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് അപ്പം മിറർ വർക്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പക്ഷേ എനിക്കങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല കേട്ടോ. എനിക്കൊന്ന് ഓൾറെഡി വർക്ക് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ വർക്കില്ലാത്ത പ്ലെയിൻ മെറ്റീരിയൽ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരുന്നേനെ. അപ്പം ഞാൻ എൻ്റെ വെട്ടത്ത് വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് വരുന്നത്. റൗണ്ട് നെക്കാട്ടോ ഞാൻ കൊടുത്തേക്കുന്നത്. അങ്ങനെ ഇപ്പം നെക്ക് കുറച്ചുകൂടി കാണാൻ വേണ്ടിയിട്ട് ഞാൻ അടിയിൽ നിന്ന് തുണിയെടുത്ത് മറിച്ചിട്ടിട്ട് ഇട്ടേക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് ഞാൻ ചെയ്തെടുത്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് അങ്ങനെ ഇഷ്ടമായെന്ന് വെച്ചാൽ ഇഷ്ടമായി, പക്ഷേ എടുത്തങ്ങനെ അറിയാനൊന്നും പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചത്ര അങ്ങനെ ഹൈലൈറ്റിൽ നിൽക്കുന്നൊന്നുമില്ല. പക്ഷേ എന്തായാലും കൊള്ളാം. പ്ലെയിൻ ആയിട്ടുള്ളതിലൊക്കെ ചെയ്ത അടിപൊളിയാണ്. ഞാനിപ്പോൾ ഒരു 50 വട്ടമെങ്കിലും പറഞ്ഞാണ് പ്ലെയിൻ ആയിട്ടുള്ളതിൽ ചെയ്താൽ നന്നാവുമെന്ന്. ഓക്കെ, അപ്പോൾ കളർ നല്ല കേട്ടോ. നല്ലൊരു ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ ഒരു ക്രീം കളറും കൂടി ചേർന്നിട്ടുള്ള നല്ല കോമ്പിനേഷനാണ്. അതിൻ്റെ അകത്ത് തന്നെ ഇതുപോലെ വൈറ്റും റെഡും കളറിൽ കുറേ അങ്ങിങ്ങായിട്ട് കുറേ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സംഭവം എന്തായാലും കൊള്ളാം. എന്തായാലും ഞാൻ ഈ സാരി കിട്ടുമ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല ഇതുപോലെ ഒരു ഫ്രോക്ക് ആക്കി എടുക്കാമെന്ന്. എന്തായാലും കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വലുതായിട്ട് പിടി കിട്ടുന്നില്ലായിരിക്കും. ഞാൻ എന്തായാലും ഫ്രോക്ക് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നുമില്ല, നെക്കിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ അപ്പോൾ എന്തായാലും ഇനി ഇതുപോലത്തെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും ഇപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. താഴത്തത് മുകളിലത്തതൊക്കെ ആയിട്ട് മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരാൾ ഇടുവാണെങ്കിൽ ഇട്ട് കാണുവാണെങ്കിലാണല്ലോ കൂടുതൽ ഭംഗി. അങ്ങനെ ഇട്ട് കാണിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞാൻ മിക്കീനെ നിർത്തിയിട്ട് എടുത്തിട്ട് ഇട്ട് തരാം. അവിടെ മിക്കിക്ക് ഇത് അളവാകുമോ എന്തോ, മിക്കിക്ക് അളവാകുമെന്ന് അറിയത്തില്ല. അവൾക്ക് അളവാകുവാണെങ്കിൽ അവളെ കൊണ്ട് ഇടിയിപ്പിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടേക്കാം. അപ്പോൾ ഇനി മെറ്റീരിയൽ എടുത്തിട്ട് എനിക്ക് ഇതുപോലത്തെ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ എന്തായാലും വലിയ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലത്തുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.